ഏവർക്കും ഹെവൻലി വേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് സെർമൺ നോട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. CSA സഭാ കലണ്ടർ അനുസരിച്ച് ജൂലൈ മാസം 7 ഞായർ ചിന്താവിഷയമായ സ്റ്റുവാർഡ്ഷിപ്പ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി അഥവാ കാര്യവിചാരകത്വം, സുതാര്യതയും ഉത്തരവാദിത്വവും എന്ന വിഷയത്തെക്കുറിച്ച് ആഴമായി ധ്യാനിക്കുന്നതിനും പ്രസംഗം തയ്യാറാക്കുന്നതിനും സഹായകമായ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് കാര്യസ്ഥൻ? ആരാണ് സ്റ്റുവാർഡ്? A steward is the obedient witness to God's sovereignty. ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിൽ അനുസരണയോടെയുള്ള സാക്ഷ്യമാണ് കാര്യസ്ഥൻ. ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിൽ അനുസരണയോടെയുള്ള സാക്ഷ്യമാണ് കാര്യസ്ഥൻ. പുതിയ നിയമത്തിൽ കാര്യസ്ഥനുമായി ബന്ധപ്പെട്ട്, സ്റ്റുവാർഡുമായി ബന്ധപ്പെട്ട് 2 ഗ്രീക്ക് വാക്കുകളുണ്ട്. ഒന്ന് എപ്പിട്രോപ്പോസ്. ഇത് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു മാനേജർ, ഒരു കാര്യസ്ഥൻ എന്ന അർത്ഥമാണ്. രണ്ടാമതായിട്ട് ഓയ്ക്കോനോമോസ്. ഇതും കാര്യസ്ഥൻ, മാനേജർ എന്ന അർത്ഥമാണ്. എന്നാൽ കൂടുതലായി ഗാർഹികമായ ഒരു കാര്യസ്ഥൻ, മാനേജർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ വാക്ക് എപ്പിട്രോപ്പോസ്, രണ്ടാമത്തെ വാക്ക് ഓയ്ക്കോനോമോസ്. സ്റ്റുവാർഡ്ഷിപ്പ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, കാര്യവിചാരകത്വം, സുതാര്യതയും ഉത്തരവാദിത്വവും. ഈ കാര്യവിചാരകത്വ ഞായറിൽ ഈ വിഷയം നാം ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാര്യവിചാരകത്വം എന്ന വിഷയത്തിനും അതീതമായി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാൻ ഈ ചിന്താവിഷയം നമ്മെ ക്ഷണിക്കുകയാണ്. 24-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന പ്രകാരം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു, അഥവാ ദൈവത്തിന് ഉള്ളതാകുന്നു. അതായത് നാം, നമ്മുടെ ജീവിതവും ഈ ഭൂമിയും സർവചരാചരങ്ങളും സകലതും ദൈവത്തിൻ്റെതാണ്, നമ്മുടേത് അല്ല. ഉടയവൻ ദൈവമാണ്, ഒരുവൻ മാത്രമാണ് ഉടയവൻ. എന്നാൽ കാര്യവിചാരകന്മാർ അനേകർ. ഒരേ ഒരു ഉടയവനായ ദൈവവും കാര്യവിചാരകന്മാരായ അനേകരായ നാമും. ഈ ഒരു അടിസ്ഥാന ചിന്തയാണ് കാര്യവിചാരകത്വം എന്ന വിഷയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുവാൻ ആരംഭിക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതത്തിലൂടെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിലൂടെ, കഴിവുകളിലൂടെ, നമ്മുടെ സമ്പത്തുകളിലൂടെ ദൈവത്തിൻ്റെ ഹിതത്തോട്, ദൈവത്തോട് നാം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് അഥവാ പ്രതികരിക്കേണ്ടത് എന്നതാണ് ഈ ചിന്താവിഷയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഭൂമിയിൽ നമ്മുടെ റോൾ എന്താണ്, നമ്മുടെ പങ്കെന്താണ്? ക്രിസ്തീയ ആത്മീയതയിൽ കാര്യവിചാരകത്വത്തിന് അല്ലെങ്കിൽ സ്റ്റുവാർഡ്ഷിപ്പിന് വളരെ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കാര്യവിചാരകത്വം ഇല്ലാത്ത, സ്റ്റുവാർഡ്ഷിപ്പ് ഇല്ലാത്ത ഒരു ക്രിസ്തീയ ആത്മീയതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമല്ല. ലഭ്യമായ വേദഭാഗങ്ങളിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി പഴയ നിയമ വേദഭാഗം, പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വചനങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എക്സോഡസ് അഥവാ പുറപ്പാട് പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നതും പുറപ്പാട് പുസ്തകം അവസാനിക്കുന്നതും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം ആരംഭിക്കുമ്പോൾ ദൈവജനം, ഇസ്രായേൽ ജനം, അവർ വേലയിൽ ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം അവസാനിക്കുന്ന അധ്യായങ്ങളിലും ദൈവജനം വേലയിൽ ആയിരിക്കുകയാണ്.
പുറപ്പാടിന്റെ ആരംഭത്തിൽ ദൈവത്തിന്റെ ജനം വേലയിലായിരിക്കുന്നത് അടിമ വേലയിലാണ്. ഫറവോന്റെ അടിമത്തത്തിന് കീഴിൽ ഫറവോന് വേണ്ടി അടിമ വേല ചെയ്യുകയാണ് ദൈവജനം ചെയ്യുന്നത്. എന്നാൽ അവസാന അധ്യായങ്ങളിലേക്ക് നാം പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് അടിമ വേലയിൽ നിന്നും ദൈവത്തിന്റെ വേലയിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതായത് വേല ചെയ്യുക എന്നത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നും ആർക്കും മോചനമില്ല. എന്നാൽ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി വേല ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ നാം നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ അവരുടെ വേലയെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ, ആരംഭത്തിൽ അടിമവേലയിൽ ആയിരുന്ന അവരെ ദൈവം വിടുവിച്ച് വാഗ്ദത്ത നാടായ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ദൈവം കൊണ്ടുപോകുന്ന ആ സാഹചര്യം നാം നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ദൈവം അടിമവേലയിൽ നിന്നും വിടുവിച്ച് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ഈ കനാൻ ദേശത്ത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ദൈവജനത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അങ്ങനെയല്ല. അടിമവേലയിൽ നിന്നും ദൈവത്തിന്റെ വേലയിലേക്കുള്ള ഒരു ക്ഷണമാണ് പുറപ്പാടിൽ സംഭവിക്കുന്നത്. അതായത് ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമവേലയിൽ നിന്നും വിടുവിക്കപ്പെട്ടു. അവർ വേലയിൽ നിന്ന്, വർക്കിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ മിസ്രയീം ദേശത്ത് നിന്നും വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് സകല സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കുവാനല്ല ദൈവം കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. വേലയൊന്നും ചെയ്യാതെ ദൈവം എല്ലാം സൗജന്യമായി നൽകും എന്നുള്ള ഒരു അനുഭവമല്ല. പകരം അടിമവേലയിൽ നിന്നും ദൈവിക വേലയിലേക്ക്, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ദൈവജനത്തെ വിളിച്ചിറക്കുന്ന അനുഭവമാണ് പുറപ്പാട് പുസ്തകത്തിന്റെ അനുഭവം. ഒരു ഏകാധിപതിക്ക് വേണ്ടിയോ തന്റെ ജനത്തെക്കുറിച്ച് വിചാരമില്ലാത്ത, തന്റെ ജനത്തോട് സ്നേഹമില്ലാത്ത, അവരെ കരുതാത്ത ഒരു ഭരണാധികാരിക്ക് വേണ്ടിയോ വേല ചെയ്യുവാനല്ല, അവരെ സ്നേഹിക്കുന്ന, അവരോട് ഐക്യദാർഢ്യമുള്ള, അവരെ കരുതുന്ന ഒരു ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നത്. അതായത് ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമ വേലയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അവർ വേലയിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടില്ല. ദൈവം വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. മിസ്രയീമിൽ നിന്നും പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടെ യാതൊന്നും ചെയ്യാതെ ജീവിക്കുവാനല്ല ദൈവം ഇസ്രായേൽ ജനത്തെ കൊണ്ട് ആഗ്രഹിച്ചത്. പകരം ദൈവത്തിനു വേണ്ടി വേല ചെയ്യുവാനും അങ്ങനെ അവരോട് കൂടെ വസിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ പ്രതികരണം, അവരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. തങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദൈവത്തോട് തിരിച്ചും ആ ദൈവത്തെ സ്നേഹിക്കുവാനും ആ ദൈവത്തിനു വേണ്ടി വേല ചെയ്യുവാനും യാതൊരു മടിയും കാണിക്കാത്ത ഇസ്രായേൽ ജനത്തെ ഇന്നത്തെ പാഠഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എക്സഡോസ് അഥവാ പുറപ്പാട് എന്ന വാക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ദ വേ ഔട്ട് അല്ലെങ്കിൽ ദ റോഡ് ഔട്ട്, പുറത്തേക്കുള്ള ഒരു വഴി, പുറത്തേക്കുള്ള ഒരു യാത്ര എന്ന അർത്ഥമാണ് അതിന് ഉള്ളത്. എന്നാൽ കേവലം പുറത്തേക്കുള്ള യാത്ര മാത്രമല്ല, അത് മൂവിങ് ഔട്ട് മാത്രമല്ല. പകരം ഇവിടെ സംഭവിക്കുന്നത് അടിമ നുഖത്തിൽ നിന്നും പുറത്തേക്കുള്ള യാത്രയിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്ത ജീവിതത്തിലേക്ക്, ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധത്തിൽ
ജീവിക്കുവാനുള്ള ഒരു അകത്തേക്കുള്ള യാത്രയാണ്. എ മൂവിങ് ഇൻ ആണ്, അകത്തേക്കുള്ള ഒരു യാത്ര. ഞാൻ ഇങ്ങനെ പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്, അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര. എ ജേർണി ഫ്രം സ്ലേവറി ടു ഫ്രീഡം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര. ഈ യാത്രയ്ക്കാണ് ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നത്. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാനും സമാഗമന കൂടാരത്തിന്, ദൈവത്തിന്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള വേലയ്ക്ക് വളരെ ഉത്സാഹത്തോടെ വ്യാപൃതരാകുന്ന ഇസ്രായേൽ ജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന്റെ മന്ദിരം പണിയുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയിലേക്ക്, വേലയിലേക്ക് മോശ ദൈവജനത്തെ ക്ഷണിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആവശ്യത്തിലും അധികമായി വിഭവങ്ങൾ ദൈവജനം കൊണ്ടുവരുന്നതാണ്. അവസാന വിശുദ്ധ മന്ദിരത്തിന്റെ, ദൈവത്തിന്റെ മന്ദിരത്തിന്റെ പണിക്ക് വേണ്ടി ഇനി ദൈവജനം കൊണ്ടുവരേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മോശയെ നാം കാണുന്നു. ദൈവത്തിന് വേണ്ടി നൽകുമ്പോൾ, ദൈവഹിതത്തിന് വേണ്ടി നൽകുമ്പോൾ, വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി നൽകുമ്പോൾ നല്ല മനസ്സോടെ നൽകണം, നന്ദിയുള്ള ഹൃദയത്തോടെ നൽകണം. നിർബന്ധത്താലും ഭയത്തോടെയും നൽകരുത്. ഇന്നത്തെ ക്രിസ്തീയ ലോകം നാം പരിശോധിക്കുമ്പോൾ നിർബന്ധിച്ചും ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും മനസ്സ് തകർത്തുമൊക്കെ ദൈവത്തിന് വേണ്ടി നൽകുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയാണ് മോശയുടെ ഈ വാക്കുകൾ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സ്റ്റുവാർഡ്ഷിപ്പിൽ, കാര്യവിചാരകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എല്ലാം ദാനമല്ലേ എന്ന് നാം പാടുന്നത് പോലെ എല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ, നല്ല മനസ്സോടെ നൽകുവാൻ നമുക്ക് കഴിയണം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഉള്ള അവസ്ഥയിൽ ഇരിക്കുവാൻ താൻ ശീലിച്ചിട്ടുണ്ട്, താൻ ഇരുന്നിട്ടുണ്ട് എന്ന്. അതിന്റെ അടിസ്ഥാനം നാം നോക്കുമ്പോൾ പൗലോസ് അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ 19-ാമത്തെ വാക്യത്തിൽ അവിടെ പൗലോസ് പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടെല്ലാം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും. അതായത് ബുദ്ധിമുട്ടുകളെ കുറിച്ച് പരിഭവിക്കാതെ, ഇല്ലായ്മയെക്കുറിച്ച് അമിതമായി വേദനിക്കാതെ, സർവസമ്പന്നനായ സകലതിൻ്റെയും ഉടയവനായ ദൈവം എനിക്ക് സകലവും തീർത്ത് തരും എന്നുള്ള ഒരു വിശ്വാസം. ഒരു കാര്യവിചാരകന് സുതാര്യതയോടെ, ഉത്തരവാദിത്വത്തോടുകൂടെ വേല ചെയ്യണമെങ്കിൽ എല്ലാറ്റിൻ്റെയും ഉടയവൻ ദൈവമാണ്, അവൻ സകലവും എനിക്ക് നിവർത്തിച്ച് തരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. കൂടുതൽ സമ്പാദിക്കണം, കൂടുതൽ ലാഭം നേടണം, കൂടുതൽ എല്ലാം നേടണം എന്ന ചിന്തയോടുകൂടെ പോകുന്ന ഈ ലോക സാഹചര്യത്തിൽ ഈ രണ്ട് വേദഭാഗങ്ങളും വളരെ വെല്ലുവിളി ഉയർത്തി മുന്നിൽ നിൽക്കുകയാണ്. പഴയ നിയമഭാഗത്തിൽ മോശ പറയുന്നു മതി. പുതിയ നിയമ ലേഖന ഭാഗത്തിൽ പൗലോസ് പറയുന്നു, എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഇരിപ്പാൻ തയ്യാറാണ്, ദൈവം സകലതും നിവർത്തിച്ച് തരും. അതായത് ഒരു നല്ല കാര്യവിചാരകന് ഉണ്ടാകേണ്ട ക്വാളിറ്റി, അല്ലെങ്കിൽ സുതാര്യതയോടെ, ഉത്തരവാദിത്വത്തോടെ വിചാരം ചെയ്യണമെങ്കിൽ, കാര്യവിചാരകത്വം ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ എനഫ്, മതി എന്ന് പറയാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്തയായി ഞാൻ പറയാൻ ശ്രമിച്ചത്, വിഭവങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെ ഒരു നല്ല
കാര്യവിചാരകത്വത്തിലേക്ക് ആയിത്തീരുവാൻ നമുക്ക് കഴിയും എന്നാണ്. വിഭവങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെയാണ്. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള വചനങ്ങൾ നാം വായിച്ചപ്പോൾ വളരെ പ്രശസ്തമായിരിക്കുന്ന 10 റാത്തലുകളുടെ ഉപമയെ കുറിച്ച് നാം അവിടെ കാണുന്നു. കുലീനനായ മനുഷ്യൻ രാജത്വം പ്രാപിപ്പാനായി കടന്നു പോകുന്നതിന് മുൻപായി തന്റെ 10 ദാസന്മാരെ വിളിച്ച് 10 റാത്തൽ വെള്ളി അവരുടെ പക്കൽ കൊടുത്തിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഞാൻ മടങ്ങി വരുന്നതിന് മുൻപ് ഇത് വ്യാപാരം ചെയ്യണം. വ്യാപാരം ചെയ്യുക എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പ്രാഗ്മാറ്റോമായി എന്നാണ്. ഇതിന്റെ ശരിയായ അർത്ഥം പരിശോധിക്കുമ്പോൾ നേട്ടത്തിനായി പ്രവർത്തിക്കുക എന്നാണ്. നേട്ടത്തിനായി പ്രവർത്തിക്കുക, അതായത് യജമാനൻ കൊടുത്ത റാത്തൽ വെള്ളി അത് നേടുവാനുള്ളതാണ്. ഇത് ക്രിസ്തീയമായ ആത്മീയതയിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന എല്ലാം നഷ്ടമാക്കി കളയുവാൻ ഉള്ളതല്ല എന്ന് നാം തിരിച്ചറിയണം. എല്ലാം കുറഞ്ഞ പക്ഷം ഒന്നുകൂടെയെങ്കിലും നേടുവാൻ ഉള്ളതാണ്. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചോ ദൈവത്തിന്റെ ആത്മാവിനെ നൽകി ഈ ഭൂമിയിൽ നമ്മെ ദൈവം ആക്കിയിരിക്കുമ്പോൾ ഒരാത്മാവിനെ കൂടിയെങ്കിലും ദൈവത്തിന് വേണ്ടി നേടുവാൻ നമുക്ക് കഴിയണം. ദൈവം തന്നതൊന്നും വൃഥായല്ല, വിലയില്ലാത്തതല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന യാതൊന്നും. സകലതും നൽകിയവനെ കുറിച്ചുള്ള ബോധ്യമുണ്ടെങ്കിലേ നമുക്ക് അപ്രകാരം ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇവിടെ ഈ സുവിശേഷ വേദഭാഗത്തിൽ നാം നോക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ മടിയനായ ഈ ദാസൻ, അല്ലെങ്കിൽ യജമാനൻ കൊടുത്ത റാത്തൽ വെള്ളി ഉറുമൽ കെട്ടി സൂക്ഷിച്ച ഈ ദാസൻ, അവിടെ അവന് തനിക്ക് ലഭിച്ച ഈ വിഭവം, ഈ റാത്തൽ ആരുടേതാണ്, ഉടയവൻ ആരാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം അവനുണ്ട്. എന്നാൽ ഉടയവനെ കുറിച്ചുള്ള ബോധ്യം അവനില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഈ മടിയനായ ദാസന് ഉടയവൻ ആരാണെന്ന ബോധ്യം അവനുണ്ട്. എന്നാൽ ഉടയവനെ കുറിച്ച്, ഉടയവന്റെ മനസ്സിനെ കുറിച്ച്, ഉടയവന്റെ ഹിതത്തെ കുറിച്ചുള്ള ശരിയായ ബോധ്യം അവനില്ല. എനിക്ക് ദൈവത്തെ അറിയാം, സകലതും ദൈവത്തിൻ്റെതാണ്, എല്ലാം ദൈവമാണ് എന്ന് പറയുന്നത് മാത്രമല്ല ഒരു നല്ല കാര്യവിചാരകത്വത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. സകലതിന്റെയും ഉടയവനായ ദൈവത്തിന്റെ ഹിതം എന്താണ്, ആ ഹിതത്തെ ഒത്തവണ്ണം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, അതാണ് ആവശ്യം. ഈ സുവിശേഷ വേദഭാഗത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്. ഉടയവനെ തിരിച്ചറിയുന്നത് മാത്രമല്ല കാര്യവിചാരകത്വം, ഉടയവന്റെ ഹിതം ശരിയായി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് കാര്യവിചാരകത്വം, സ്റ്റുവാർഷിപ്പ്. അല്ലെങ്കിൽ അവിടെയാണ് യഥാർത്ഥമായി സുതാര്യതയും ഉത്തരവാദിത്വവും ഉണ്ടാകുന്നത്.